ഇന്ന് നമുക്ക് കലോറിമീറ്ററിനെ പറ്റി പഠിക്കാം. കലോറിമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കലോറിമെട്രി. കലോറിമെട്രി എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കലോറിമീറ്റർ. ഇന്നത്തെ കാലത്ത് നമ്മൾ കലോറിമീറ്റർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ നമ്മൾ കലോറിമീറ്റർ ഒന്നും ഇപ്പോൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കലോറിമീറ്ററിൻ്റെ എന്ത് ലോ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്? ബീർ-ലാംബേർട്സ് ലോ ഉപയോഗിച്ചാണ് കലോറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഞാൻ ഈ മലയാളത്തിൽ മീനിങ് പറയുന്നത്, ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് പകുതി കാര്യങ്ങൾ മലയാളം മീനിങ് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ എഴുതിയേക്കുന്ന നോട്ടുകൾ മലയാളത്തിൽ തന്നെ പറയുന്നത്. ദി ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ബീർ-ലാംബേർട്സ് ലോ. ഇത് ബീർ-ലാംബേർട്സ് ലോയിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ്, അതായത് ഈ ലോയിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ, വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ത്രൂ എ കളേർഡ് സൊല്യൂഷൻ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മുടെ ഒരു കളേർഡ് സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ദ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് കളേർഡ് സബ്സ്റ്റൻസ്. അതായത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഒരു കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ പാസ് ചെയ്ത് പോകുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തിന്? കോൺസെൻട്രേഷൻ ഓഫ് കളേർഡ് സബ്സ്റ്റൻസ്. ആ സൊല്യൂഷനിലുള്ള കളേർഡ് സബ്സ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ സൊല്യൂഷനകത്തൂടെ കടന്നു പോകുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ അളവും. അതാണ് ബീർ-ലാംബേർട്സ് ലോ.